നാടൻ ചിക്കൻ പെരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കഷ്ണങ്ങളാക്കിയ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, അതേ അളവിൽ തന്നെ മഞ്ഞൾപ്പൊടി, അതേ അളവിൽ തന്നെ മുളകും പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഒരു 6 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ കുക്കറിൽ വെച്ചിട്ട്. അപ്പോഴത്തേക്ക് നമ്മളൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം, ഓയിലല്ല. നാടൻ രുചികളുടെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഒരു കറാമ്പൂ, കുറച്ച് പെരിഞ്ജീരകം, അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു 3 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ചുവന്നുള്ളിയാണ്, ഒരു 2 പിടി ചുവന്നുള്ളി ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ഉള്ളി ഒന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊന്ന് ഇഞ്ചി വെളുത്തുള്ളി ഒരു പിടി നല്ലോണം ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വഴറ്റിയതിന് ശേഷം ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് നേരം നിന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവായി വരുന്നുണ്ട്. ഈ നാടൻ ചിക്കൻ കറി എപ്പോഴും നമ്മൾ ചട്ടിയിൽ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാ സ്റ്റീൽ പാത്രത്തിൽ നോൺ സ്റ്റിക്കിലൊക്കെ വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. അപ്പോൾ അത് വഴണ്ടി വന്ന നേരത്ത് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 വലിയ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ അളവിൽ 2 വലിയ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മുളക് പൊടി കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് കുറച്ച് നേരം വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഞാൻ ചിക്കൻ വേവിച്ച ചിക്കനാണ് ചേർത്തെടുക്കുന്നത്. അത്യാവശ്യം നല്ല വേവ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ വളർത്തുന്ന ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് വേവ് ഉണ്ടാവും. ചിലത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, ചിലത് നല്ല വേവ് ഉണ്ടാവും. പിന്നെ ചിക്കന് മസാലയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്താൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം നോക്കിയിട്ട് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പറ്റങ്ങ് കുറുകി പോവരുത്, അപ്പോൾ അടി പിടിച്ച് കളയും. അപ്പോൾ അറിയാം. കറി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്തെടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തെടുക്കുന്നുണ്ട്. നമുക്ക് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നമ്മൾ അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ച് ഒന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. കറി ഏകദേശമൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മുകളിലായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കറിക്ക് മാത്രമല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ നല്ലതാണ്. ഒരുപാട് അങ്ങ് വറ്റിയെടുക്കണം എന്നില്ല, നമ്മുടെ പാകത്തിനനുസരിച്ച് ഡ്രൈ ആക്കി എടുക്കട്ടെ. ഞാൻ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. പെരട്ടെന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ട് നിൽക്കണം. ഇത് കുറച്ചൊരു ഗ്രേവി പോലെയാണ് കേട്ടോ. അപ്പോൾ കറി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റായിരുന്നു. എനിക്കിങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. ഈ ഒരു നാടൻ ചിക്കൻ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഒരു രുചിയൊന്നുമല്ല. ആ ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ആദ്യമൊക്കെ വീട്ടിലെ ചിക്കൻ ഇങ്ങനെ ഇതുപോലെ കറി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു. കഴിക്കാൻ എന്തോ ഒരു പാപം പോലെ ആയിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ശീലമായി. നല്ല ടേസ്റ്റുമാണ്. മാത്രമല്ല മരുന്നൊന്നും അടിക്കാത്ത ഫ്രഷ് ചിക്കനല്ലേ, അപ്പം അതിൻ്റെ ഒരു മാറ്റം തന്നെ വേറെ ഉണ്ടാവും. നാടൻ ചിക്കൻ പെരട്ട് എന്ന് പറയുമ്പോൾ ഈ നാടൻ വീട്ടിൽ നിന്ന് കോഴി തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങുന്ന ലഗോൺ ചിക്കൻ കൊണ്ട് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ബ്രോയിലർ കൊണ്ട് ഉണ്ടാക്കരുത് കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായം പറയാണ്. ബ്രോയിലറിനെക്കാട്ടും കൂടുതൽ ലഗോൺ ചിക്കനാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.